ദിലീപിൻ്റെ കേസിൽ ഇപ്പോൾ അപ്പീൽ പോകാനായിട്ടാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലായിരിക്കും അപ്പീൽ പോകുന്നത്. ഇനി എന്താവും അങ്ങനെ പോയി കഴിഞ്ഞാൽ? അല്ല, അപ്പീൽ ഈ രണ്ട് തരത്തിൽ അപ്പീൽ കൊടുക്കാം. ഒന്ന്, പ്രോസിക്യൂഷൻ കൊടുക്കാം. ഈ ശിക്ഷ പോരാ, അവർക്ക് ഇത്രയും ശിക്ഷ കിട്ടിയാൽ പോരാ, കൂടുതൽ ശിക്ഷ കിട്ടണം. അതല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അവരെ വെറുതെ വിട്ടത് പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ട് വാദിഭാഗം സർക്കാർ, ക്രിമിനൽ കേസായതുകൊണ്ട് വാദി എന്ന് പറയുന്നത് ആക്രമിക്കപ്പെട്ട നടിയല്ല, സർക്കാരാണ്, സ്റ്റേറ്റാണ് ക്രിമിനൽ കേസിൽ കേസ് നടത്തുന്നത്, പ്രോസിക്യൂട്ടറാണ്. അതുപോലെ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് ഞങ്ങളെ ശിക്ഷിച്ച് ശരിയായില്ല, ഞങ്ങൾ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് അപ്പീൽ കൊടുക്കണം. അങ്ങനെ രണ്ട് തരത്തിൽ അപ്പീൽ. രണ്ട് പ്രതികൾ ഇപ്പോൾ തന്നെ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. പ്രോസിക്യൂഷന് അപ്പീൽ കൊടുക്കാൻ 90 ദിവസത്തെ സമയമുണ്ട്. പ്രതികൾ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ 30 ദിവസത്തിനകം കൊടുക്കണം എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ ഉള്ള നടപടിക്രമങ്ങളാണുള്ളത്. അപ്പോൾ എന്താണ്, ഈ നമ്മുടെ കോടതി നടന്നതുപോലെ രണ്ടുപേരെയും കൂട്ടിക്കയറ്റിയുള്ള വിചാരണയൊന്നും ഹൈക്കോടതി നടക്കത്തില്ല. ഹൈക്കോടതിയുടെ മുമ്പാകെ വരുന്നത് ഈ കേസിൻ്റെ രേഖകൾ വരും. 2, ഈ കേസിൻ്റെ വിധി വരും. ഹണി എം വർഗീസ് കൊടുത്ത വിധി, ഈ പുറപ്പെടുവിച്ച വിധി പരിശോധിക്കും. വിധി പരിശോധിക്കുമ്പോൾ വിധിയിൽ പറയുന്നത് തെളിവുകൾ ഹാജരാക്കില്ലോ, തെളിവുകൾ നോക്കിയിട്ടാണല്ലോ ഒരാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഈ തെളിവുകൾ ഈ ജില്ലാ കോടതി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എങ്ങനെ തള്ളി? ദിലീപിനെതിരെയുള്ള തെളിവുകൾ, ദിലീപ് ഉൾപ്പെടെയുള്ള ബാക്കി പ്രതികൾക്കെതിരെയുള്ള തെളിവുകൾ നിലനിൽക്കത്തില്ല, ഗൂഢാലോചന തെളിഞ്ഞിട്ടില്ല. ഗൂഢാലോചന തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ വിശ്വസിക്കത്തക്കതല്ല, പലതും വ്യാജമാണ്, വ്യാജമായി ഉണ്ടാക്കി എന്നുള്ള പരാമർശവും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഹൈക്കോടതി പരിശോധിക്കാൻ പോവുക. മനസ്സിലായില്ലേ? വേറെ ട്രയലൊന്നുമില്ല, പുതിയ ആളുകളെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യലും പരിപാടിയൊന്നുമില്ല. ഇതെല്ലാം കൂടെ പരിശോധിക്കും. എല്ലാം ഡോക്യുമെൻ്റ് വെച്ച് കോടതി പരിശോധിക്കും. രണ്ട് കൂട്ടരും ഈ ഡോക്യുമെൻറ്റിനെ അനുകൂലിച്ചും എതിർത്തുമുള്ള വാദങ്ങളുണ്ടാവും. പ്രോസിക്യൂഷനും പറയും, പ്രതികളുടെ ഭാഗത്തു നിന്നുള്ളവരും പറയും. ഇനി വിട്ടയച്ച ദിലീപിനെ പ്രതിയാക്കണം എന്ന് പറഞ്ഞ് ഒരു പെറ്റീഷൻ പോവുകയാണെങ്കിൽ ദിലീപിൻ്റെ വക്കീലും എന്ന് പറയും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ പ്രധാനമായും സംഭവിക്കുന്ന തെളിവുകളുടെ പുനർപരിശോധന, റീ അപ്രീസിയേഷൻ ഓഫ് എവിഡൻസസ്, അതാണ് നടക്കുക. പിന്നെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വിധിന്യായത്തിന് ഏതാണ്ട് 1000 പേജ് മുതൽ അങ്ങനെ പരക്കെ കിടക്കുന്നത് പ്രോസിക്യൂഷൻ്റെ വീഴ്ചകളാണ്. പ്രോസിക്യൂഷൻ്റെ വീഴ്ച എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ്റെ മുമ്പാകെ കിട്ടിയ തെളിവുകൾ അപര്യാപ്തമായിരുന്നു. ദിലീപ് ഉൾപ്പെടെയുള്ള ആളുകളെ ശിക്ഷിക്കാൻ മാത്രമുള്ള തെളിവുകളില്ലായിരുന്നു. ബാക്കിയുള്ള പ്രതികളുടെ കാര്യത്തിൽ തെളിവുകളൊക്കെ ഓക്കെ. പക്ഷേ വിട്ടയക്കപ്പെട്ട പ്രതികളെ കുറ്റക്കാരാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ബലവത്തായ വിശ്വസനീയമായ തെളിവുകൾ കൊണ്ടുവന്നില്ല. ആ തെളിവുകൾ പരിശോധിക്കും. ആ തെളിവുകളെ സംബന്ധിച്ച് പരിശോധിച്ചിട്ട് പ്രിൻസിപ്പൽ കോടതി പറഞ്ഞ് പലതും ഫാബ്രിക്കേറ്റഡാണ്, കൃത്രിമമായി ഉണ്ടാക്കിയതാണ്, പക്ഷപാതപരമായി അന്വേഷണ ഉദ്യോഗസ്ഥർ പെരുമാറി എന്നൊക്കെ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഒരു പേജിലോ ഒരു പാരഗ്രാഫിലോ അല്ല, പല ഭാഗത്തായിട്ട് ഇങ്ങനെ കടൽ പോലെ കിടപ്പുണ്ട്. ഒരു സ്ഥലത്ത് ഷെയിംലെസ്ലി ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ പ്രവർത്തിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, വ്യാജരേഖകൾ കൊണ്ടുവന്ന്. അപ്പോൾ ഇങ്ങനെ ഗുരുതരമായ പരാമർശം പോലീസിനെതിരെയുണ്ട്. അത് അങ്ങനെ കിടന്നാൽ അത് രണ്ട് തരത്തിൽ ദോഷം ചെയ്യും. ഒന്ന്, ഈ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥരെ ദോഷകരമായി ബാധിക്കും. 2, പോലീസ് എന്ന് പറഞ്ഞാൽ വ്യാജ തെളിവുകൾ ഉണ്ടാക്കുന്ന ഒരു ഏജൻസിയെ പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇതിലൂടെ സ്ഥാപിക്കപ്പെട്ടാൽ ഇനി വരാൻ പോകുന്ന കേസുകളിലും പോലീസിനെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ പഴിക്കാൻ വേണ്ടി ഈ തെളിവുകളിൽ വ്യാജമായി ഉണ്ടാക്കിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാം. കണ്ടോ, അന്നത്തെ ഇന്ന കേസിൽ, ദിലീപ് ഉൾപ്പെട്ട മറ്റേ പീഡന കേസിൽ ഇങ്ങനെ വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പോലീസ് എന്ന് പറയും. ഇപ്പോഴും പറയാറുണ്ട്, മറ്റേ മുത്തൂറ്റ് പോളം ജോർജിൻ്റെ കേസിൽ കത്തി വ്യാജമായി പോലീസ് ഉണ്ടാക്കി എന്നുള്ളത്. കൃത്രിമമായിട്ട് തെളിവ് പോലീസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എക്കാലത്തും പോലീസിനെ അടിക്കാനുള്ള ഒരു ആയുധമായിട്ട് പ്രതിഭാഗം ഉപയോഗിക്കും, ഡിഫൻസിന് ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പരാമർശങ്ങൾ നീക്കം ചെയ്ത് കിട്ടാൻ, ഒരു എക്സ്പഞ്ച് ചെയ്യാനുള്ള ഒരു നീക്കം ഉണ്ടാവും. പിന്നെ ഇത് എത്ര നാളുകൊണ്ട് തീർപ്പാക്കണമെന്നുള്ള പ്രശ്നമുണ്ട്. തീർപ്പാക്കാൻ സാധാരണ കോടതി പറയുന്നത് 90 ദിവസത്തിനുള്ളിൽ ഈ പീഡന കേസുകളൊക്കെ തീർപ്പാക്കണമെന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് 1500ഓളം പേജുകളുള്ള, ആയിരക്കണക്കിന് രേഖകളുള്ള ഒരു കേസാണ്. ഇതെല്ലാം പരിശോധിച്ച് വരാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് 30 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ തീർക്കണം എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ തീർക്കണം എന്നൊക്കെയുള്ള ഫ്രെയിം വെച്ചൊന്നും ഈ അപ്പീൽ തീരുമാനിക്കാൻ പറ്റില്ല. മിക്കവാറും ഒരു 2 വർഷം 3 വർഷം വരെയൊക്കെ
അപ്പീലിൻ്റെ നടപടിക്രമങ്ങൾ നീണ്ടുപോയേക്കാം. ഹൈക്കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഹൈക്കോടതി ഈ ഒറ്റ കേസ് മാത്രമല്ലല്ലോ, ഒരുപാട് കേസുകളുടെ കൂട്ടത്തിൽ ഒരു കേസ് കൂടെ ഇത് വരും. അത്രയും ഡോക്യുമെൻറ്റും ഒക്കെ പരിശോധിച്ച് വരുമ്പോൾ സമയമെടുക്കും. പിന്നെ ആർഗ്യുമെൻ്റ് നടക്കണം. അതുകൊണ്ട് മിനിമം 2 വർഷം 3 വർഷം വരെയൊക്കെ ഇത് പോയാലും അത്ഭുതപ്പെടാനില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനിയുള്ളത് പിന്നെയുള്ള സർക്കാർ ഭാഗത്തിന് അല്ലെങ്കിൽ പ്രതിഭാഗത്തിന് ആവശ്യപ്പെടാവുന്ന കാര്യം. പ്രതിഭാഗം പറയുകയാണ് ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളെ ജയിലിലിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഈ അപ്പീലിൽ ഇത് പരിഗണിക്കണം, അതുകൊണ്ട് അപ്പീലിലെ തീർപ്പ് കൽപ്പിക്കുന്ന വരെ ഞങ്ങളെ കീഴ്ക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് പ്രതിഭാഗത്തിന് ആവശ്യപ്പെടാം. സ്റ്റേ ചെയ്തിട്ട് ഞങ്ങൾക്ക് ജാമ്യം തരണം, ഞങ്ങൾ പുറത്ത് നിന്നോളാം, തീർന്നു കഴിഞ്ഞിട്ട് കുറ്റക്കാരാണെങ്കിൽ അതോട്ട് പോട്ടെ എന്ന് പറയാം. സർക്കാരിന് വേണമെങ്കിൽ പറയാം, അതായത് ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ച കീഴ്ക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുക എന്ന് പറഞ്ഞാൽ വീണ്ടും അവരെ പ്രതിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാം. ഇങ്ങനെയുള്ള സ്റ്റേ ആവശ്യങ്ങൾ ഉന്നയിക്കാം. കോടതി അത് വിവേചനാധികാരത്തോടെ, കോടതിയുടെ ഉചിതമായ വിവേചന ബുദ്ധിയോടെ കോടതി തീരുമാനിക്കും. എന്ത് തീരുമാനിക്കും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പല കൊലക്കേസുകളിൽ പോലും ശിക്ഷാവിധി ഇളവ് ചെയ്തിട്ടുണ്ട്, സ്റ്റേ ചെയ്തിട്ടുണ്ട്. സ്റ്റേ ചെയ്ത് പ്രതികൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചു കൂടാഴികയില്ല. മാത്രമല്ല, ഈ കേസിലെ പ്രതികൾ പലരും 6-7 വർഷം വിചാരണക്കിടയിൽ തടവിൽ കിടന്നവരാണ്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പോലും അവർക്ക് 20 വർഷത്തെ തടവൊക്കെ കൊടുത്തപ്പോൾ അത് ഇളവ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ ഹൈക്കോടതി അങ്ങനെ ചെയ്തുകൂടാഴികയൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, പ്രതികളുടെ കൂറുമാറ്റം ഉണ്ടല്ലോ. കൂറുമാറ്റം ദിലീപിൻ്റെ സ്വാധീനം കൊണ്ടാണ് കൂറുമാറിയതെന്ന് പ്രോസിക്യൂഷന് വാദമുണ്ട്. വേണമെങ്കിൽ അന്ന് ഹാജരാക്കാൻ പറ്റാത്ത ഇന്ന കുറച്ച് അഡീഷണൽ തെളിവുകളുണ്ട് ദിലീപ് സ്വാധീനിച്ചു എന്ന് പറഞ്ഞ് കോടതി മുമ്പാകെ കൊണ്ടുവരാം. കോടതി സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഹൈക്കോടതിയുടെ അപ്പീൽ കോടതിയുടെ വിവേചനാധികാരമായിരിക്കും. ഇനി പലതും പറയുന്നത്, ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി പറഞ്ഞൊരു മഞ്ജു വാര്യരുടെ മൊഴിയുണ്ട്. മഞ്ജു വാര്യരുടെ മൊഴി എന്ന് പറയുന്നത്, ദിലീപിന് ഈ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് പകയുണ്ടായിരുന്നു എന്ന് മഞ്ജു പറഞ്ഞത് വിശ്വസനീയമല്ല. കാരണം അതിനുശേഷവും ഈ നടിയും ദിലീപും കൂടെ നിരവധി സ്റ്റേജ് ഷോകൾ അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പകയുണ്ട് എന്ന് പറയുന്നതിനകത്ത് മഞ്ജു പറയുന്ന കാര്യങ്ങൾ വിശ്വസനീയമല്ല എന്നാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയത്. അപ്പോൾ മഞ്ജുവിൻ്റെ മൊഴി ഒരു സാഹചര്യം, കാരണം പകയുണ്ടാകാനുള്ള സാഹചര്യ തെളിവായി പരിഗണിക്കണം എന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ മഞ്ജുവിൻ്റെ മൊഴി അങ്ങനെ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന തെളിയിക്കാനുള്ള സാഹചര്യ തെളിവ്, സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ആയിട്ട് പരിഗണിക്കണോ എന്നത് ഹൈക്കോടതിക്ക് പരിഗണിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം പിന്നെയുള്ള ഈ ഇത് റെക്കോർഡ് ചെയ്ത ഡിവൈസ് കിട്ടിയില്ല, ക്യാമറ കിട്ടിയില്ല, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കിട്ടിയിട്ടില്ല. അത് ഈ പറഞ്ഞത്, ഒരു കൊലപാതകം നടന്നാൽ കൊലപാതകം തെളിയിക്കപ്പെടാൻ കൊല ചെയ്യപ്പെട്ട ആളുടെ ബോഡി വേണം എന്നുള്ളൊരു പ്രാഥമിക ഒരു ബേസിക് തിയറിയാണ്. എന്ന് പറയുന്ന പോലെ ചിത്രീകരിച്ച ഉപകരണം കിട്ടണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ആധികാരികത ഉറപ്പുവരുത്താൻ പറ്റൂ. പക്ഷേ അത് കിട്ടിയിട്ടില്ല. ഫോണാവട്ടെ ക്യാമറയാവട്ടെ എന്നാലും കിട്ടിയിട്ടില്ല. പിന്നെയുള്ളത് മെമ്മറി കാർഡ്. അതിൽ നിന്ന് കോപ്പി എടുത്ത മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂവിന് മാറ്റം വന്നത്, അതിൻ്റെ സാങ്കേതികപരമായ കാര്യങ്ങൾ കോടതിക്ക് പരിഗണിക്കാം. ഇതൊക്കെയാണ് അപ്പീലിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ. പിന്നെ കോടതിക്ക് മുമ്പാകെ ഒരു 3 ഓപ്ഷനുണ്ട്. ഒന്ന്, അപ്പീൽ കോടതിക്ക് ഹൈക്കോടതിക്ക് ഈ ജഡ്ജ്മെൻറ്റ് 6 പേരെ ശിക്ഷിക്കുകയും 7 പേരെ ശിക്ഷിക്കുകയും 8 മുതൽ ഉള്ള പ്രതികളെ വിട്ടയക്കുകയും ചെയ്ത പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി അപ്പീലിൻ്റെ അവസാനം അപ്പീൽ കോടതിക്ക്, അതായത് ഹൈക്കോടതിയിലാണ് പോകുന്നതെങ്കിൽ അപ്പീൽ കോടതിക്ക് വേണമെങ്കിൽ ശരിവെക്കാം, ഫൈനൽ. അപ്പോൾ അങ്ങനെ ശരിവെച്ചാൽ പരാതിക്കുള്ളവർക്ക് സുപ്രീം കോടതി പോകാം. അതാണ് ഒരു ഓപ്ഷൻ. അപ്പീൽ ഒന്നെങ്കിൽ ശരിവെക്കാം, അല്ലെങ്കിൽ കോടതിക്ക് പറയാം വിചാരണയിൽ പിഴവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ട്രയലിൽ, അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ ട്രയൽ നടത്തുക എന്ന് പറഞ്ഞാൽ വീണ്ടും വിചാരണ ആദ്യം മുതൽ ആരംഭിക്കാം. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അപൂർവം ചില കേസുകളിൽ സംഭവിച്ചുകൂടാഴികയില്ല. പക്ഷേ നോർമലി അങ്ങനെ പുനർവിചാരണ എന്ന് പറഞ്ഞാൽ ഇത് എത്ര വർഷം എടുത്ത കേസാണ്, വീണ്ടും അത്രയും വർഷങ്ങളെടുത്തുള്ള ട്രയൽ വീണ്ടും നടത്താം. അല്ലെങ്കിൽ അതിന് ടൈം ലിമിറ്റ് വെക്കാം കോടതിക്ക്. അതായത് 8 വർഷം എടുത്തെങ്കിൽ അത്രയൊന്നും പറ്റത്തില്ല, 6 മാസത്തിനുള്ളിൽ റീട്രയൽ നടത്തുക എന്ന് പറയാം. പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്, അങ്ങനെ ചെയ്യാറില്ല അപ്പീൽ കോടതി എന്ന് പൊതുവിൽ നിയമരംഗത്തുള്ള ആളുകൾ പറയുന്നുണ്ട്. മൂന്നാമത്തത്, ഒരു കാര്യം ചെയ്യാം, വെറുതെ വിട്ട പ്രതികളുണ്ടല്ലോ, ഹൈക്കോടതി അങ്ങ് പരിശോധിച്ചു, 8ാം പ്രതി മുതൽ ബാക്കിയുള്ളവരെ വെറുതെ വിട്ടത് തെറ്റാണെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു,
അതുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നു എന്ന് ഹൈക്കോടതിക്ക് വിധിക്കാം. അതായത് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിട്ടെങ്കിലും ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ ശിക്ഷിക്കാം. പക്ഷേ അതും അപൂർവമായേ സംഭവിക്കാവുള്ളൂ. കാരണം പ്രിൻസിപ്പൽ വിധിച്ചിരിക്കുന്ന ഒരു പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്. മാത്രമല്ല ഹൈക്കോടതിയുടെ ജോലി വിചാരണ നടത്തുകയെന്ന് പ്രധാനമായും ഭരണഘടനാ കോടതികളിൽ നിന്നാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ അറിയപ്പെടുന്നത്. ഒരു അപ്പീൽ പരിഗണിക്കുന്നു. അപ്പീലിന് വരുമ്പോൾ ആ അപ്പീൽ എഴുതിയിരിക്കുന്ന ഈ വിധി പ്രഖ്യാപിച്ചിരിക്കുന്ന ജഡ്ജി വളരെ ജുഡീഷ്യസ് ആയിട്ട് വളരെ വളരെ വിവേകത്തോടെ ശാസ്ത്രീയമായി നിയമാനുസൃതം എഴുതിയ ഒരു ഉത്തരവാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ 3 ഓപ്ഷൻ, ഒന്ന് ശിക്ഷ ഈ വിധി അതുപടി ശരിവെക്കാം, അല്ലെങ്കിൽ പുനർവിചാരണ നടത്താം. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. മൂന്നാമത്തത് ഈ കേസിലെ വെറുതെ വിട്ട പ്രതികളെ കൂടി ശിക്ഷിക്കാം. അതിനും സാധ്യത വളരെ കുറവെന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇതൊന്നും നമുക്ക് മുൻകൂട്ടി പറയുന്നത് ഓപ്ഷൻസാണ്. മുമ്പ് വന്നിട്ടുള്ള കേസുകളുടെ ചരിത്രമൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല ഇത് വേറെ ചിലതുണ്ട്. ഈ ശിക്ഷ ഇളവ് തേടി ചെന്ന പ്രതികളെ എന്നെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത് ശരിയല്ല എന്നും പറഞ്ഞ ഒരാൾ ചെല്ലുന്നു. അവസാനം അപ്പീൽ കോടതി പറയും ഇവനെ ജീവപര്യന്തം ശിക്ഷിച്ചാൽ പറയും ഇവനെ തൂക്കിലിടാൻ പറഞ്ഞ് വിധി വന്നിട്ടുണ്ട്. വെറുതെ വിട്ടവനെ ശിക്ഷിച്ചിട്ടുണ്ട്. 5 വർഷം തടവ് ശിക്ഷ. 5 വർഷം എന്നെ ശിക്ഷിച്ചത് തെറ്റാണെന്ന് പറഞ്ഞവന് ലൈഫ് കൊടുത്തിട്ടുണ്ട് അപ്പീൽ കോടതി. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ കോടതിയുടെ മുമ്പിലെ കാര്യങ്ങളാണ്. എന്നാലും ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങൾക്കാണ് സാധ്യത കൂടുതലെന്നാണ്. കാരണം ഒരു പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ജുഡീഷ്യസ് ആയിട്ടൊരു വിധി പറഞ്ഞ വിധിയെ നോർമലി ശരിവെക്കാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത്. അതിൽ അത്ഭുതങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഇല്ലാതെയുമില്ല. എന്നാലും പൊതുവിൽ പറയുന്നത് ഈ വിധി അങ്ങനെ എന്തും, കാരണം അത്ര സോളിഡായിട്ട് ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വിധിന്യായമാണ്. അതിനെ ഭേദിച്ച് പോകാൻ അത്ര എളുപ്പമല്ല എന്ന് ഈ വിധി വായിച്ച പലരും പറയുന്നുണ്ട്. ഏതായാലും അപ്പീൽ വരുമെന്നുള്ള ഉറപ്പാണ്. സർക്കാർ എന്ന് കൊടുക്കും എന്നറിയില്ല. ഏതായാലും ഇതൊക്കെയാണ് അപ്പീൽ വന്നാൽ സംഭവിക്കാൻ പോകുന്നത്. ഇനി ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ ഈ കേസിൽ ഹാജരാവാൻ വേണ്ടിയിട്ട് നിയമിക്കണം. ഇവിടെ കോടതിയിൽ വന്ന പബ്ലിക് പ്രോസിക്യൂട്ടർ തന്നെയായിരിക്കുമോ ഹൈക്കോടതിയിലും പോവുക എന്നറിയില്ല. ഏതായാലും അപ്പീൽ വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ അറിയാം. ഇനി കുറേ നാളുകൂടി അപ്പീലിൻ്റെ വാർത്തകൾ മാധ്യമങ്ങളിൽ നിന്നറിയുമ്പോൾ മാധ്യമങ്ങൾ അവർക്ക് സൗകര്യമുള്ളതും മുമ്പ് അവരുണ്ടാക്കി എടുത്ത വാർത്തകൾക്ക് കൂടുതൽ ബലം കൊടുക്കുന്ന വാർത്തകളുമായിരിക്കും കൊടുക്കുക. പിന്നെ ഒരുപക്ഷേ ഇപ്പോൾ ഈ ഹൈക്കോടതിയിലൊക്കെ വാദം നടക്കുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ വാക്കാൽ ജഡ്ജി ചോദിക്കും. അതൊക്കെ വെച്ച് വാർത്ത കൊടുക്കും. പക്ഷേ ഇപ്പോൾ സമീപകാലത്ത് സുപ്രീം കോടതിയിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. കോടതി ഭയങ്കര നിശിതമായി അതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കും. ഇത് എന്ത് സർക്കാരാണ്, ഇങ്ങനെയാണോ സർക്കാർ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയും. ഏറ്റവും അവസാനം ഉത്തരവ് വരുമ്പോൾ സർക്കാർ ചെയ്തതെല്ലാം ഭംഗിയായിരിക്കുന്നു, കീപ്പ് ഇറ്റ് അപ്പ്, കൊടുമോനെ കൈ എന്നൊക്കെ പറഞ്ഞ് വിധി വരാറുണ്ട്. കാരണം ഇത് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിടയ്ക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഞങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഉടനെ നിങ്ങളത് വാർത്തയാക്കി വലിയ വെണ്ടയ്ക്കാൻ നിരത്തിയാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? സർക്കാരിന് വിവേചന ബുദ്ധിയില്ലേ എന്ന് ചോദിക്കുന്നു. ഉടനെ കോടതി ആഞ്ഞടിച്ചു, സർക്കാരിന് വിവേചന ബുദ്ധിയില്ലേ എന്ന് പറഞ്ഞ് ഹെഡ്ലൈൻ വെക്കും. അപ്പോൾ കോടതി പറയുന്നത് വിവേചന ബുദ്ധിയില്ലേ, നിങ്ങൾ ഡിസ്ക്രിഷണറി പവർ ഉപയോഗിച്ചിട്ടാണോ ചെയ്തതെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. നിങ്ങൾ വാർത്തയാക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യാനാ? അവസാനം കോടതി നിലപാട് മാറ്റി. കോടതി പറഞ്ഞ കാര്യങ്ങൾ കോടതി ഒരാൾ വിചാരണക്കിടയിൽ കോടതി പ്രോസിക്യൂഷനോടോ പ്രതിയോടോ ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കോടതിക്ക് അതിൽ ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഓറൽ കമൻസ് വാർത്തയാക്കരുത്, ഓറൽ കമൻസിൽ പറയുന്ന അഭിപ്രായങ്ങളായിരിക്കില്ല ഫൈനൽ ഓർഡറിൽ വരിക എന്ന് പലതവണ കോടതികൾ പറഞ്ഞിട്ടുണ്ട്. മിനിറ്റ് ബൈ മിനിറ്റ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ അത് ആ സന്ദർഭത്തിൽ ഒരു പ്രത്യേക വാദഗതി ഉന്നയിക്കുമ്പോൾ കോടതിക്ക് തോന്നുന്നൊരു സംശയമായിരിക്കും. പക്ഷേ അതാണ് നിങ്ങൾ വാർത്തയാക്കുന്നതെങ്കിൽ ഫൈനൽ ഓർഡറിൽ അതുണ്ടാവത്തില്ല. കാരണം ഞങ്ങൾ ആ സംശയം ചോദിച്ചു, അത് പ്രോസിക്യൂഷനോ അല്ലെങ്കിൽ പ്രതിഭാഗമോ അത് ദൂരീകരിച്ചു തന്നു, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, അപ്പോൾ ഞങ്ങളെ നിലപാടിൽ നിന്ന് മാറ്റി. അല്ലാതെ നിലപാടില്ലായ്മയാണ് എൻ്റെ നിലപാടെന്ന് അല്ല അതിനർത്ഥം. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കോടതിയിലെ വ്യവഹാരങ്ങൾ, നടപടിക്രമങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, നമ്മൾ രണ്ടാളുകൾ സംസാരിക്കുന്ന പോലെയല്ല കോടതി സംസാരിക്കുന്നത്. അപ്പോൾ ഏതായാലും അപ്പീൽ വരട്ടെ. അപ്പീൽ വരുമെന്നത് ഉറപ്പാണ്. ദിലീപിൻ്റെ കേസും വേറെ വരുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. നഷ്ടപരിഹാര കേസും പിന്നെ മലീഷ്യസ് പ്രോസിക്യൂഷൻ, വ്യാജമായി കേസിൽ കുടുക്കിയതിനെതിരെയുള്ള നടപടികളൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും കാത്തിരുന്ന് കാണാം. ഈ കേസ് അവസാനിക്കുകയല്ല, അത് വീണ്ടും ആരംഭിക്കുകയാണ് എന്നാണ് ചിലർ പറയുന്നത്.